അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡ്രൈവേ ഹെഡായിട്ടാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇച്ചിരി ഓളിയം കൂടിയതായിട്ട് തോന്നുന്നുണ്ടാവും. അത് ഗൈസ് ഞാൻ പുതിയ സ്പീക്കറൊക്കെ മേടിച്ചു ഗൈസ്. എന്ത് പറയാനാ, ഇവിടെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് ഇതാണ് ഗൈസ്, ഞാനോട് പറഞ്ഞാൽ മതി ഗൈസ്, എന്ത് വേണമെങ്കിലും വരും ഗൈസ്. അപ്പോൾ നമുക്ക് ഡ്രൈവേ ഹെഡല്ലേ ഗൈസ്, സ്ലോൺ ആർമീസ്. ഓക്കെ, നമുക്ക് എന്തായാലും കളിക്കാം. അടിപ്പം ഗെയിംസ്. പക്ഷെ എൻ്റെ പൊന്നോ ഗൈസ്, ഇതൊക്കെ കളിക്കുന്നതുള്ള രസം അത് വേറെ ലെവലാണ് ഗൈസ്. ഓക്കെ ഓക്കെ എന്തോടെ ഓക്കെ 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 ഇതെന്തുവാണ് ഗൈസ്? ക്യൂ നിൽക്കി നോക്കാം. ഇതിലൊരു ഉപയോഗം പോലും ഇല്ലല്ലോടെ. സ്റ്റോറിയാണ് ഗൈസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ഓക്കെ ഓക്കെ ദ റാംപേജ്, ഇത് നമ്മൾ കളിച്ചില്ലായിരുന്നു. എൻ്റെ പൊന്നോ സീൻ. സ്ലോൺ ലാബ് 2 അല്ല, ക്ലോൺ ലാബ് 2. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും കളി സ്റ്റാർട്ട് ചെയ്യാം. കളി അല്ലെങ്കിലും ഓൾറെഡി സ്റ്റാർട്ടാണ് ഗൈസ്. അപ്പോൾ റെഡി. അപ്പോൾ ഗൈസ് കളി സ്റ്റാർട്ടായി. എന്ത് പറയാനാ, ഇതിൽ മറ്റേ ബൊമ്മനുണ്ട്. എന്ത് പറയാനാ, ഇവിടെ നിങ്ങൾക്ക് വേറെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമോ എന്താ? ഞാൻ വാലൊക്കെ തുറക്കണമായിരുന്നു. ഇവനെങ്ങനെ കൊല്ലാനാ? ഇവിടെ ഇതിൽ ഓളിയുണ്ട്, ഇവനെങ്കിലും കൊന്നപ്പോരെ. ഞാൻ എന്ത് ചെയ്യാം? ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് പക്ഷേ ഇതിലുള്ള വോളിയം കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും. അത് ഞാൻ സ്പീക്കർ ഇട്ടൊക്കെ ഉണ്ടായിരിക്കും. എൻ്റെ പൊന്നൊക്കെ ശിവന്മാരൊക്കെ കൊല്ലാൻ ഭയങ്കര പോകാണ്. നമുക്ക് ആ ബൊമ്മനെ കൊല്ലണം. ബൊമ്മനെ കൊല്ലാനാണ് ഈ ഗെയിമിൽ തന്നെ ഏറ്റവും പാട്. ബൊമ്മൻ സീനാണ്. പിന്നെ പുറകെ നമുക്ക് കടിച്ചു കൊന്നാൽ മതിയല്ലോ. എന്നിട്ട് വാടാ ബൊമ്മ, ഇവിടെ ബൊമ്മ നീ പോടാ ബൊമ്മ, ഇവിടെ ബൊമ്മ നീ പോടാ ബൊമ്മ. ഇവിടെ ബൊമ്മന് വേറെ സീനാണ്. ഓക്കെ കാഡറ്റ്, ഇത് കൊള്ളാലോ, പേരൊക്കെ കൊള്ളാം. പക്ഷെ അവൻ്റെ ആ വിടിയുണ്ട വെക്കണം, അല്ല ഗണ്ണില്ലേ, അത് എങ്ങാട്ടാണെങ്കിലും മാറ്റം ഉണ്ടാവും. അതും 50 ഇതിന് കിട്ടാനോടൊക്കെ കൂളല്ലേ. ഞാൻ അവൻ്റെ അടുത്തടി ചെന്നപ്പോൾ മറ്റവന്മാർ ഒടിച്ചു കൊന്നു. അപ്പം നമുക്ക് കണ്ടല്ല നമുക്ക് ഒരു സ്ഥലം തന്നെ സ്പോട്ട് ചെയ്തിട്ട് കൊല്ലണം. നമുക്ക് ലെഫ്റ്റിലായിട്ട് പോവാം. ഓക്കെ, ആദ്യം ഉമ്മരൊക്കെ ഒന്ന് കൊല്ലട്ടെ. നമുക്ക് ഈ ബൊമ്മനെ കൊന്നിട്ട് വേറെ കളികളുള്ളൂ. എടി ഉമ്മാര് സീനാടാ. എനിക്കൊരു തരി പൈസ ഇല്ല എൻ്റെ കയ്യിൽ. എനിക്കൊരു ഇച്ചിരി പൈസ കിട്ടാൻ മതി. ഒരു 500 മേലപ്പോണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ വേറെ ലെവലാണ്. വാടാ, എങ്ങനെ തോക്കണം? ഇവിടെ ഇവന്മാര് ഒരു എനിക്ക് ഷീൽഡ് വേണം. ഇല്ലെങ്കിൽ ഞാൻ ചാവും ചത്തുപോകും ഗൈസ്. മൂടാ ചത്ത്. ഭാഗ്യത്തിന് നമുക്ക് നല്ല പൈസ ഉണ്ട്. എൻ്റെ പൊന്നെ ഉമ്മരുടെ വിദ്യയൊക്കെ കണ്ടോ, ഒരു തരിക്കുണ്ടായി നമ്മൾ. ഞാൻ ഇനി മാർക്ക്മാൻ കൊള്ളാലോ. ഫുൾ മാർക്കാണോ മോനി? ഓക്കെ, നമുക്ക് എന്തായാലും ഇച്ചിരിയെങ്കിലും കൊന്നില്ല, അതൊക്കെ തന്നെ മതി ഗൈസ്. ഡിഫൻഡർ
ഓക്കെ ഇവന്മാർ വരുമ്പോൾ തന്നെ നമ്മളെടുത്തിട്ടാണ് ഇവന്മാർ വരുന്നത്. ഇവൻ പോട്ടെ, മാർക്സ്മാൻ ആദ്യം പോട്ടെ, ഇനി നമ്മുടെ കാര്യം തീരുമാനം. ഈടാ വീറെടുത്ത് ദോണ്ട 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 കണ്ട കണ്ട. ഇതാണ് ഗൈസ് ഗണ്ണറൊന്നും എനിക്ക് വേണ്ട, ബച്ചറിനെ മതി. അതാകുമ്പോൾ എല്ലാത്തിനും ബട്ടാക്കി കളയാം. ഗൈസ് എന്തായാലും നമ്മളെ ബൊമ്മൻ്റെ അടുത്താണ്. ഞാൻ ഈ സ്പീക്കറും പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, ഞാൻ സ്പീക്കറൊക്കെ എങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഗൈസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ സ്പീക്കർ യൂസ് ചെയ്യണത് അല്ലേ? ദാറ്റ്സ് കറക്റ്റ്. എൻ്റെ പൊന്നു ബൊമ്മച്ചേരി. ഓ സീനല്ല ഗൈസ്, നമ്മൾ തോറ്റ്, അതിൽ വേറെ ഒന്നും പറയാനില്ല. ബച്ചറ് ഓടിപ്പോണം, ഫുൾ പവറിൽ വേണേ ഓടിപ്പോവാൻ, ഒന്നും പറയില്ല. ആ മാർക്സ്മാൻ പോയിട്ട് വേണം, ഒറ്റ ഓട്ടായിരിക്കും, ഒന്നും പറയാനില്ലാത്ത ഓട്ടായിരിക്കും. ഇവൻ ചാട്ടായിരിക്കും, അവനെന്തായാലും ചത്തിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, നമ്മൾ അത് ഒരെണ്ണത്തിനൊക്കെ ഒരെണ്ണം നമ്മൾ പൊട്ടിച്ച് നമുക്ക് ജയിച്ച്. ഇതിൽ നമുക്ക് ഏത് വേണം പറയൂ? ഇതിൽ നമുക്ക് ഏത് വേണം ഗൈസ്? ഇതിൽ ഇവനെ തന്നെ പോരെ ഗൈസ്? ഇവൻ ഡിഫൻഡറിനെ മതി. അതാകുമ്പോൾ 3 പേരായാലും പുറകിൽ നിന്ന് അവനെ കൊന്നാൽ പോരെ. ആർക്കും മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഈ ഡിഫൻഡർ എന്നും പറഞ്ഞ് ഇവനില്ലേ, ഇവൻ്റെ പുറകിൽ കുറേ പേര് വന്ന് ഇവനല്ലേ ഷീൽഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ, ചുമ്മാരൊക്കെ ചാവും. ഇവനാരെങ്കിലും കൊല്ലടേ. ആരും കൊന്നില്ല, ഞാൻ എന്ത് പറയാന്. 500 ഇനിയാണ് പവർ ഗണ്ണർ. നോക്കടാ എയ്റോപ്ലെയിൻ നോക്ക്. എയ്റോപ്ലെയിനൊക്കെ നമുക്ക് കിട്ടിയെങ്കിൽ വണ്ടർഫുൾ. എടാ ഡിഫൻഡറേ, നിനക്ക് ഞാൻ രക്ഷിക്കണം. നിന്നെയൊക്കെ എൻ്റെ ബാക്കിയുള്ളവരൊക്കെ കൊല്ലണം ഞാൻ. ഇവന്മാരെ കൊല്ലാൻ ഇച്ചിരി പാടാണല്ലോ. ഗൈസ്, നമ്മൾ 2 സ്റ്റാറിൽ നമ്മൾ ജയിച്ചിരിക്കുന്നു. ചത്തുപോ. ഓക്കെ യാ ബ്രോ. ഓക്കെ നമ്മളിന്ന് ഇച്ചിരി കൂടുതൽ വീഡിയോ ഇടുന്നുണ്ട്. കൂടുതലില്ല, ഒരിച്ചിരി ടൈം കൂടിയൊരു വീഡിയോ ആയിരിക്കും ഇത് ഏകദേശം 25 മിനിറ്റിൻ്റെ അടുത്ത് വരെ എത്തും. ഓ സ്നൈപ്പർ അൺലോക്ക്ഡ്. പക്ഷേ ഗൈസ് ഇത് പറയാൻ 25 മിനിറ്റിൻ്റെ അടുത്തൊക്കെ എത്തും. പക്ഷേ സബ്സ്ക്രൈബ് പോലും എനിക്ക് കിട്ടത്തില്ല. വെറുതെ എൻ്റെ എംബികളാണ് ഗൈസ്, എന്ത് പറയാന്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, നിങ്ങൾ പ്രത്യേകിച്ച് കുറേ പേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടായിരിക്കും കണ്ടത്. പക്ഷെ ഇതിൽ 50% പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും. അല്ല പറഞ്ഞിട്ടല്ല, ആരും ലൈക്ക് ചെയ്തിട്ടില്ലായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ലൈക്ക്
യാ ഓക്കെ. നമുക്ക് ഒരു ഫസ്റ്റത്തെ ആള് ചത്തു. ഓ ഇതിലിങ്ങനെ കൊല്ലാൻ ഭയങ്കര പാടാണ് ഗൈസ്. ഓടോ ചത്തുപോടോ. ഒരു പൂജൻ്റെ കൂടെ ഒരുത്തനും കൂടി വേണമായിരുന്നു. പക്ഷെ എനിക്ക് ക്യാരറ്റിന് മതി ഗൈസ്, ക്യാരറ്റിന് മതി. ഓക്കെ കൊല്ലു താഴെ മതി. എടാ ഇൻഫാൻറ്റി എല്ലാത്തിൻ്റെ കഥ കഴിച്ചിട്ടാണ് ഞാനിനി വരാത്തുള്ളൂ ഗൈസ്. ഞാൻ ഈ 3 സ്റ്റാറൊന്നും പോകത്തില്ല എവിടെ കണ്ട്. 2 സ്റ്റാർ ഞാൻ ആക്കത്തില്ല. 3 സ്റ്റാർ എനിക്ക് തന്നെ ഇരിക്കും. ഉമ്മാരുടെ പുറകിൽ നിൽക്കണമായിരിക്കും ഗൈസ് എനിക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ ചാവും. എടാ ഞാൻ എന്തിനാണ് അവനെ കൊല്ലാൻ പോയത്? എനിക്ക് മറ്റവനെ കൊന്നാൽ പോരായിരുന്നു. ചേട്ടൻ്റെ മാർക്സ്മാൻ മതി. പക്ഷെ ഇൻഫാൻറ്റിയാണ് അടിപൊളി. പക്ഷേ ഞാനിപ്പോൾ മാർക്സ്മാനാണ് എടുത്ത് പൊട്ടത്തരായി പോയാലേ. ഇൻഫാൻറ്റിയാണ് നമ്മുടെ ടീം ലീഡർ. ഈ കളിയാണ് ഞാൻ കളിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പോടായിട്ടുള്ള കളി. അതെന്ത് പറ്റിയതോ? മറ്റവനോട് പോയി. മറ്റവൻ എങ്ങനെ ചത്ത്? മാർക്സ്മാൻ എങ്ങനെ ചത്തോളോ? ഇപ്പം തന്നെ എനിക്ക് അറിയണം അവൻ എങ്ങനെ ചത്തു. മാർക്സ്മാനല്ല. എന്തായാലും പേരുണ്ടായിരുന്നല്ലോ അവന്. എന്ത് പേരായിരുന്നു അവന്? ഇൻഫാൻറ്റിയാണ്. ഇതൊക്കെ കള്ളക്കളിയാണല്ലോ. എന്തായാലും കൊല്ലി. യോ എടാ ഞാനീ കളി ജയിക്കണേ. 5 രൂപയെ എന്ത് പറയാന്. 5 രൂപ എവിടം വരെ പോകുന്നു നോക്കാം. എന്തെങ്കിലും റിലാക്സ് ചെയ്യാൻ പറ്റും. ഇതിലേതാണ് നമ്മൾ നേരത്തെ ഒരു കളിച്ചില്ലായിരുന്നു. നേരത്തെ എന്ന് വെച്ചാൽ നേരത്തെ വീഡിയോ അല്ല. ഈ കളിയിൽ തന്നെ നമ്മുടെ 5ാമത്തെ കളിയായിരുന്നു. 5ാമത്തെ ആൾ ആരാന്ന് കണ്ടുപിടിക്കാനാണ് ഏറ്റവും പടി. ഇവിടെ എനിക്ക് 3 ഇൻഫാൻറ്റി ഉണ്ടായിരുന്നു. ഓക്കെ എനിക്ക് മനസ്സിലായി. ദിവനാണ് ഒറ്റൊരുത്തനാണ്. ഇത്രയും പേരുടെ ഇത്രയും ലൈഫ് പോയടാ. സെയിമായിട്ട് പോയി. പക്ഷേ ഇത് പറയാനാ. എനിക്കൊരു അടിപ്പ ഐഡിയ കിട്ടി. ഇവനെ വേസ്റ്റാക്കി കളഞ്ഞല്ലോ. എന്നിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് മറ്റേ സ്റ്റേജ് നമുക്ക് ജയിപ്പിക്കാം. ഇപ്പം തന്നെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ തന്നെ ചാകത്തുള്ളൂ. ഓക്കെ ഇതൊക്കെ പിന്നെ അഞ്ച പോറുണ്ട്. കണ്ടോ ഇവൻ്റെ പോറുണ്ടോ? അടുത്തവന്മാർ പോകുന്നത് ഇതിലൂടെ ചാടി അപ്പുറത്തോട്ട് പോവാം. ഓക്കെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്ത് കാണിക്കാം ഗൈസ്. ഓക്കെ ടൈം ഫോർ ദ ആക്ഷൻ. ആക്ഷനൊന്നും ആയിട്ടില്ല, ഞാൻ തോക്കും. ഓക്കെ ചേട്ടാ ഒന്ന് പോടാ ഡിഫൻഡറെ.
എൻട്രമാമൻ സ്ഥലത്തെത്തി. ഇതാണ് സെൻഡ് ഐഡിയ. ഇങ്ങനെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. ഇവന്മാരെ മിസ്സിലുണ്ട്. ഇവന്മാരുടെ തന്നെ ക്ലോണില്ലേ? ഇവന്മാരുടെ തന്നെ ക്ലോണിൽ ഒന്നും പറ്റുന്നില്ലല്ലോ. ഇതെന്താണ്? നമുക്ക് വേണ്ടത് ഇവനാണ്. ഒറ്റ മതി. നമ്മൾ ഈ കളി തന്നെ ജയിക്കാം. കളി തന്നെ ജയിക്കത്തില്ല, നമ്മൾ കളി തന്നെ തോക്കും. വേറെ കാര്യം. ഓക്കെ, നമ്മുടെ ആളെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആളെ ഇറക്കി. ഇനിയോടെ മുന്നേ കളി. പോടാ പെട്ടെന്ന് പോടാ. അപ്പുറത്തന്നെ തിരിയണ്ട, അപ്പുറത്തന്നെ പോടാ. ഇവിടെ എന്ത് പറയാനാണോ ഇങ്ങനത്തെ ഡിഫറെൻ്റ് ഇറക്കം പറഞ്ഞിട്ടല്ലോ. ഇവനൊക്കെ ഞാൻ തന്നെയാണ് മൂവ് ചെയ്തത്. ഓക്കെ, നൈസ് മൂവ്. അയ്യോ, ഇവിടെ ഇവനുണ്ടല്ലേ. എല്ലാം ഫ്രീ ആയിട്ട്. ഇങ്ങിട്ട് വാഴ ക്ലോണ്. ഞാനത് എന്ത് ചെയ്യാനാ? ഇത്രയും പൈസ കൊണ്ട് ഞാൻ എന്ത് പറയാനാ? സ്നൈപ്പർ. ഓക്കെ, ലെറ്റ്സ് ട്രൈ. സ്നൈപ്പർ കൊണ്ട് ഒന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. ഒന്നാമതുള്ളത് 5 വീടി കൊണ്ടാണ്. 5 വീടിൻ്റെ പോയിക്കണം. പിന്നെ നമുക്കൊരു പൊട്ടപ്പാട്ട ഗണ്ണും കൊണ്ട്. അയ്യോ പൊന്നു ഗൈസ്, നമ്മൾ ഫ്രീ സ്റ്റൈലിന് പോയാലെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ പോയി. ഞാൻ ഉറപ്പിച്ച് നമ്മൾ പോയി. എന്തിനാ? 3 സ്റ്റാറിൽ നിന്നും പോയി, 4 സ്റ്റാറിൽ നിന്നും പോയി, 5 സ്റ്റാറിൽ നിന്നും പോയി. ഇനി 1 സ്റ്റാറും ഇല്ലല്ലോ. ഓ, ഇതെങ്കിലും ജയിച്ചാൽ മതിയായിരുന്നു. ദൈവമേ എന്തൊക്കെയാണ് പറയണം. ദൈവമേ. നമ്മൾ ആ ഫസ്റ്റ് ഉള്ളിൽ തോറ്റിട്ടുണ്ട്. ഇവിടെ ഞാനിതിനുള്ള 4 വീടിൻ്റെ ഒക്കെ. ഞാനാണ് ഏറ്റവും മുമ്പിൽ. നീയൊക്കെ പോടാ, പോട്ടിന് പോടാ. മുമ്പില് നീയൊക്കെ പോടാ, നീയൊക്കെ എൻ്റെ പോട്ടിന് പോടാ. മുമ്പില് മുമ്പില് മുമ്പില്. പക്ഷെ ഞാൻ തോറ്റല്ലോ. ഇത് പൊട്ടത്തിലൊക്കെ ഞാൻ കാണിച്ചത്. ആ സാധനം ചാടും. മറ്റേ സാധനം ചത്തിട്ടുണ്ട്. വാ എന്തിടാ നീയാണ്? ഇവനെ അടിക്കൂടാ. ഇവന്റെ പൊന്നോ, അവൻ അടിച്ചോണ്ടായിരുന്ന സീന്. ഇനി ഇവൻ ഡിഫൻഡർ. ഇവൻ കൊണ്ടാ മറ്റേ ലേസറിൻ്റെ മുമ്പിലോട്ട് വന്നാലും മറ്റേ ബാക്ക് വരും. എന്നിട്ട് അവനെ കൊടുത്തു. എൻ്റെ പൊന്നോ, ആ ലേസറാണ്. ലേസറല്ല എൻ്റെ പൊന്നോ, വേറൊരുത്തനില്ലേ. ഇതാ മിസൈലില്ലേ, മിസൈലിനെ തോപ്പിക്കാനാണ് ഏറ്റവും പാട് ഇതിൻ്റെ അത് വെച്ച്. പക്ഷെ എൻ്റെ പൊന്നോ, വെരി ഹാർഡ്. പക്ഷെ സ്നൈപ്പർ ഉണ്ടെങ്കിൽ മിസൈലിനൊക്കെ ഒറ്റയ്ക്ക് നമുക്ക് തോപ്പിക്കാൻ പറ്റും. പക്ഷെ മിസൈൽ അത്രയും റേഞ്ചുള്ള കണ്ണല്ല.
നന്നായിട്ട് റേഞ്ചൊക്കെ ഉണ്ട്, പക്ഷെ അതിനെ കൊല്ലാനായിട്ട് റേഞ്ച് ഇല്ലായിരുന്നു. പക്ഷേ സ്നൈപ്പർ തന്നെയാണ് അതിനെ കൊന്നത്, വേറെ ആരും. നമുക്ക് അങ്ങനെ പോവാം. ടൈം ഫോർ ഗോ. ഓക്കെ ഗൈസ്, നമ്മുടെ പൈസ നോക്കണം മോനെ. പൈസൻ്റെ ആയിട്ട് പിന്നെ ഞാൻ എന്തിനാണ് പൊട്ട ഹാൻഡ്സനെ വിളിച്ചത്. മിസ്സിയുടെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി വേറൊരുത്തനെ അപ്പുറത്തേക്ക്. മിസ്സിയുടെ പാപ്പന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി വേറൊരുത്തൻ. ഇത് ടൈം ഫോർ ദ റിയാക്ഷൻ. ട്രെയിനിങ് കൂടി നിങ്ങളെ സ്നൈപ്പറിനെ ശ്രദ്ധിച്ചായിരുന്നു? അതെങ്ങനെ? ഓക്കെ, സ്നൈപ്പറിനെ ശ്രദ്ധിച്ചോണേ. നേരത്തെ നമ്മളാ മിസൈലെ പോപ്പിനെ കൊന്നതായിരുന്നു. പിന്നെ എങ്ങനാ എനിക്ക് അറിഞ്ഞു വരും. പിന്നെ എങ്ങനാ? ചാട്. ആ ഇടുക പറ്റിയല്ലോ, എനിക്കിടും. ട്രെയിനർ അപ്പൻ്റെ ട്രെയിനറിനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് തോപ്പിക്കാമല്ലോ. അതോ എൻ്റെ പൊന്നെ, എൻ്റെ അനിയങ്കളും നമുക്ക് കാരണമുണ്ട്. ഇപ്പോൾ ഗൈസ്, നമ്മൾ ഇനി ഈ കളി ഒരു സ്റ്റാറിലെങ്കിലും ജയിച്ചില്ലെങ്കിൽ ഗൈസ് കഷ്ടപ്പെട്ട് ചെയ്ത് വെറുതെ ആയിരിക്കും ഗൈസ്. ഇനി നമ്മൾ ഒരു എപ്പിസോഡിൽ ഒരു കളി കളിക്കത്തുള്ളൂ ഗൈസ്. കാരണം ഒരു ഗെയിമിൽ തന്നെ കളിക്കാണ്ടല്ലോ, ഭയങ്കര പാടാണ് ഗൈസ്. ഉണ്ടായി ഞാൻ തന്നെ ഇപ്പം എത്ര പേരെടുത്ത് ഇങ്ങനത്തെ ഈ പോണ ആളെ നോക്ക്. ഇയാളായിരിക്കും ഈ കളിയെ തന്നെ രാജാവ്. ഈ ആളെ കൊണ്ട് ഈ കളി ഞാൻ ജയിക്കും. ഇയാളുണ്ടല്ല 15ാമത്തെ ആളുകൊണ്ട് ഞാൻ ഈ കളി ജയിച്ചിരിക്കും. ബിക്കോസ് നമ്മുടെ കയ്യിലുള്ള കാശ് ഇപ്പോൾ നോക്കി അടിച്ചാണ് ഈ സമയക്കുന്നത്. കേസ് അത് കുളങ്ങി. കൊല്ലി ഇവനെ മതിയടാ മോനെ കളി ജയിക്കാൻ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ 15ാമത്തേൽ ഞാൻ ഈ കളി തന്നെ ജയിച്ചിരിക്കും. ഭയങ്കര കാരണമല്ല, നമുക്കെന്തെങ്കിലും മൂലക്ക് പോയിരിക്കും. എനിക്കിപ്പോൾ മനസ്സിലായി ഏതാണ് നമ്മൾ 14ാമത്തിൽ ഇറക്കിയ ആളെ ഏതാണെന്ന്. എനിക്കിപ്പോൾ തന്നെ മനസ്സിലായി. ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. അപ്പം ഞാൻ കാണിച്ചു തന്നിട്ട് ദേ ഇരിക്കണം മുമ്പിൽ കൂടെ പോകണം. പക്ഷേ നമ്മുടെ കൂടെ തന്നെ നിൽക്കണം. ദേ എൻ്റെ പൊന്നോ, അനിയും കാറെന്ന് വെച്ചാൽ കാറാണല്ലോ. എടാ ഞാൻ എന്തിനാടാ മിസൈലപ്പന്ന് എന്നെ കൊന്നു. മിസൈലപ്പല്ലേ വേറൊരു മിസൈൽ പിടിച്ചോണ്ട് കുത്തനുണ്ടല്ലോ, അവൻ എൻ്റെ ഇത്രയും ലൈഫ് കളഞ്ഞു ഗൈസ്. എന്തായാലും ഞാൻ I am win. പോടോ അയ്യേടാ, ഇത് സീനാണ് കേട്ടോ ഈ കളി. എനിക്കെന്തായാലും ഗണ്ണറിനെ തന്നെ വേണം.
മറ്റേ അവനെ വെറുതെ കൊണ്ടുപോയതാണ് കണ്ടത്. ഇത് നമ്മൾ വെറുതെ കൊണ്ടുപോയതാണ്. 1 സ്റ്റാറിലെങ്കിലും ജയിച്ചാൽ മതി, എനിക്ക് ഭാഗ്യമായിരിക്കും. പണ്ടൊക്കെ ഞാൻ 3 സ്റ്റാറിൽ എല്ലാ കളിയും ജയിക്കുമായിരുന്നു. ഇപ്പം എന്താ ഇങ്ങനെ? വാട്ട് ഈസ് ദിസ്? ഇതാണ് ഗൈസ് ഞാൻ എടുത്തിൽ വെച്ചിട്ടും ബിഗ്ഗസ്റ്റ് വീഡിയോ. എൻ്റെ MB പോണതിൽ നിങ്ങൾക്കൊരു കുഴപ്പമില്ലായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടില്ലായിരിക്കും. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും, അവർക്കൊക്കെ ടൈമില്ല. പക്ഷേ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല. സബ്സ്ക്രൈബ് എൻ്റെ ഒരു വീഡിയോക്ക് 20K ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോഴുള്ള എൻ്റെ സബ്സ്ക്രൈബർ 240 അത് എന്തുകൊണ്ട്? 10 പേരെന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? 10 പേരെ ഇനി ഇതിൽ പോലും കാണിയല്ലേ, ഞാൻ എന്ത് ചെയ്യണം? ഇവനെ കൊഞ്ചു ഞാൻ പറഞ്ഞ പോലെ 17 ലാസ്റ്റത്തെ ഇതാണ്. റേഞ്ചറിന് എടുത്തേ പറ്റത്തുള്ളൂ. എൻ്റെ പൊന്നു ഗൈസ്, എൻ്റെ അനിയും കോട്ടുന്നുണ്ട് കാറാണ്, കിട്ടുന്നുണ്ട് കാറാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഗെയിം ഇവിടെ വെച്ച് നിർത്തും എന്നല്ല ഗൈസ്, ഞാൻ ജയിക്കാണ്ട് ഞാൻ നിർത്തത്തില്ല, ഉറപ്പിച്ച് 1 മണിക്കൂറായാലും ഞാൻ നിർത്തത്തില്ല ജയിക്കാണ്ട്. ഞാൻ ബെറ്റ് വെച്ച് ഞാൻ ജയിക്കാണ്ട് ഞാൻ നിർത്തത്തില്ല. എൻ്റെ ഫുൾ പവറിലാണ് ഞാൻ കളിക്കുന്നത്. റേഞ്ചറിൻ്റെ ഫുൾ പവർ അടിച്ചങ്ങോട്ട് പൊട്ടിക്കണ പവറിലാണ് ഞാൻ കളിക്കുന്നത്. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കൂൾ. Let's go. Hey bro. Yo brother. Let's go. നമ്മുടെ രംഗൊക്കെ ഒന്നും പോയിട്ടുണ്ട്. ഞാനെന്താ അപ്പുറത്തോട്ട് ചെയ്യുന്നത്? യോ എടാ മേളിലൊരുത്തനുണ്ടായിരുന്നു. എന്ത് ഭാഗ്യം എടാ, ഈ കോമൺ പണ്ടാരമാണടാ എനിക്ക് കിട്ടിയത്. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാനാടാ? ഒരു പണ്ടാരം എനിക്ക് കിട്ടിയില്ല. പക്ഷേ കണ്ട, വെറുതെ എടുത്തതാ. എന്താണ് ഗൈസ്? ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഗൈസ്.